കേരളത്തിൻ്റെ ആരോഗ്യരംഗം അണുബാധയേറ്റ് വെന്റിലേറ്ററിലായിട്ട് ഏതാനും വർഷങ്ങളായി. പക്ഷെ സാധാരണ മലയാളികൾ ആരും അക്കാര്യം വേണ്ട രീതിയിൽ ഗ്രഹിച്ചില്ല. ഡോക്ടർ ഹാരിസ് ഈ അടുത്ത നാളില് അത് വിളിച്ചു പറഞ്ഞപ്പോഴാണ് അദ്ദേഹം സഹികെട്ടാണ്, അതായത് തൻ്റെ വകുപ്പിൽ തന്നെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ഉപകരണങ്ങളില്ല, അത് പലവട്ടം അറിയിക്കേണ്ടവരെ അറിയിച്ചു, എന്നിട്ടും റെസ്പോൺസ് ഇല്ല, രോഗികളെ കൊണ്ട് തന്നെ ഉപകരണങ്ങൾ വാങ്ങിപ്പിച്ചാലേ ശസ്ത്രക്രിയ ചെയ്യാൻ ഒക്കൂ, അതല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റാതെ വരുന്നു എന്ന തരത്തിലുള്ള അവസ്ഥയിൽ എത്തിയപ്പോഴാണ് ഡോക്ടർ ഹാരിസ് ഇത്തരം കാര്യങ്ങൾ പത്രക്കാരെ അറിയിച്ചത്. അങ്ങനെ അദ്ദേഹം ഇടത് സഹയാത്രികനാണ്, എന്നിട്ട് പോലും അദ്ദേഹത്തെ നോട്ടപ്പുള്ളികളുടെ ലിസ്റ്റിൽ പെടുത്തി ഇരിക്കുന്ന ഒരു കാലഘട്ടം. പക്ഷെ നമ്മൾ എന്തൊക്കെയാണ് കേൾക്കുന്നത്? ഏതാനും മാസം മുൻപാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഭാഗം, ശുചിമുറിയുടെ ഭാഗം ഇടിഞ്ഞു വീണതും അതിൽ ഒരു വീട്ടമ്മ, അതായത് രോഗിയുടെ കൂട്ടിരിപ്പുകാരിയായി വന്നിരുന്ന ഒരു വീട്ടമ്മ മരിക്കാനിടയായതും. അപ്പോഴും എന്താണ് ആരോഗ്യമന്ത്രി പറഞ്ഞത്? ആരോഗ്യമന്ത്രി പറഞ്ഞത് ധനവകുപ്പിൽ നിന്ന് ആരോഗ്യ മേഖലയ്ക്ക് തരാമെന്ന് പറഞ്ഞ ഫണ്ടിന്റെ പകുതിയേ കിട്ടിയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ശരിയാ, അത് ആരോഗ്യമന്ത്രിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആ സംഭവത്തിനും ഏതാനും മാസം മുൻപ് തന്നെ ധനമന്ത്രി പത്രക്കാരോട് പ്രസ്താവിച്ചിരുന്നു, പദ്ധതി വിഹിതത്തിന്റെ 50% വെട്ടിക്കുറയ്ക്കുന്നു എന്ന് പറഞ്ഞ്. അപ്പൊ ഇവിടുത്തെ ഫിസ്ക്കൽ ക്രൈസിസ് അത്ര ഗുരുതരമായതുകൊണ്ട് നമ്മൾ ആരും അത് അപകടകരമായ ഒരവസ്ഥ ആണ് മെഡിക്കൽ കോളേജ്, എന്നിട്ട് മെഡിക്കൽ കോളേജിന് വേണ്ടത് വെട്ടിക്കുറച്ചു എന്ന ഒരു ഭയചിന്ത നമ്മളെ ആരെയും അലട്ടിയില്ല. പക്ഷെ അങ്ങനെ ശുചിമുറി ഇടിഞ്ഞു വീണ് ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരി മരിക്കേണ്ടി വന്ന, ഒരു വീട്ടമ്മ മരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അത് നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതായിരുന്നു. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാലോ, അതിനുശേഷം SAT, അതായത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും, അതായത് പ്രസവ ആശുപത്രി എന്ന് വേണമെങ്കിൽ പറയാം, മെഡിക്കൽ കോളേജിന്റെ പ്രസവ വിഭാഗം ആശുപത്രി, അതാണ് ശ്രീ അവിട്ടം തിരുനാൾ ആശുപത്രി. ആ ആശുപത്രി ഒരു രാത്രി മുഴുവനും ഇരുട്ടിൽ കിടന്നു. എന്തുകൊണ്ടാണ് ഇരുട്ടിൽ കിടക്കേണ്ടി വന്നത്? മെയിൻ്റനൻസ് ഓപ്പറേഷന് ഫണ്ടില്ലാത്തത് കൊണ്ട് വർഷങ്ങളായി അതിന് വേണ്ടത്ര മെയിൻ്റനൻസ് നടത്താറില്ല. അങ്ങനെയാണ് ഒരു രാത്രി മുഴുവന്, എന്നിട്ട് ശസ്ത്രക്രിയയൊക്കെ എന്താണ് പറയുക, മൊബൈൽ വെളിച്ചത്തിൽ നടത്തിയ കാര്യങ്ങളും നമ്മൾ കേട്ടു. അതുപോലെ തന്നെ മറ്റൊന്നാണ്, 2 വർഷം മുൻപാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് എന്താ പറയുക, ഭാഗികമായിട്ട് അതായത് ബോധം വീണ്ടെടുക്കുന്നതിന് മുൻപേ ICUവിൽ കിടത്തിയിരുന്ന ഒരു വനിതയെ അവിടുത്തെ ഒരു അറ്റൻഡർ പീഡിപ്പിക്കുന്നു. ഇതൊക്കെ എവിടെ കേൾക്കുന്ന, അതും ഇടത് സഹയാത്രികനായ അറ്റൻഡർ, ഇതൊക്കെ എവിടെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്? അപ്പൊ അങ്ങനെ പോകുകയാണെങ്കിൽ ഇഷ്ടം പോലെ സംഭവങ്ങളാണ് ഒന്നൊന്നായിട്ട് നമുക്ക് വിവരിക്കാൻ പറ്റുന്നത്. ആ കൂട്ടത്തിൽ അങ്ങനെയാണ് എല്ലാം കൊണ്ടും സഹികെട്ട്, അതായത് ഈ അടുത്ത നാളിൽ എന്താ ഉണ്ടായതെന്ന് നമുക്കറിയാം. ശസ്ത്രക്രിയ, അതായത് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗം തൊട്ടുള്ള പല വകുപ്പുകളിലേക്കും ഉപകരണങ്ങൾ കൊടുത്ത കോൺട്രാക്ടേഴ്സ്, കമ്പനികൾ, അവർ വന്ന് ആ കൊടുത്ത ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ നോക്കുന്നു. അതിന്റെ ഫണ്ട് കോടിക്കണക്കിന് കുടിശ്ശിക കിടക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ഫണ്ട് കൊടുത്ത ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടി വന്നു നിൽക്കുന്നതൊക്കെ ചാനലുകളിലെല്ലാം നമ്മൾ കണ്ടതാണ്. അത്ര ദുരന്ത പൂരിതമായിരിക്കുകയാണ് നമ്മുടെ മെഡിക്കൽ കോളേജുകൾ ഒന്നൊന്നായിട്ട്. എന്നിട്ടും നമുക്കറിയാം, നമുക്ക് 14 ജില്ലകളിലും ഓരോ മെഡിക്കൽ കോളേജ് തുടങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷെ ഓരോന്നിൻ്റെയും അവസ്ഥ ഒന്നിനൊന്ന് കഷ്ടമാണ്. ഉദാഹരണം, വയനാട് മെഡിക്കൽ കോളേജിന്റെ കാര്യം എടുക്കൂ. ആന കുത്തി മരിക്കാറായ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നാൽ അവിടെ ചികിത്സിക്കാൻ യാതൊരു സൗകര്യവുമില്ല. അതിനെ കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്നതിന് മുമ്പായിട്ട് ആ രോഗി മരിച്ചിരിക്കും. അങ്ങനെയുള്ള ഇഷ്ടം പോലെ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇതുപോലെയാണ്, അതായത് ഏറ്റവും ആദ്യം തുടങ്ങിയ ഇവിടുത്തെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ തുടങ്ങിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന മറ്റു മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ പറയാനുണ്ടോ? കോഴിക്കോടും കോട്ടയവും ഒക്കെ എസ്റ്റാബ്ലിഷ്ഡ് മെഡിക്കൽ കോളേജാണ്, ആലപ്പുഴയൊക്കെ. പക്ഷെ ഇവയൊക്കെ തന്നെ
ഈ കരിമ്പട്ടികയിൽ തന്നെയാണ്, ഈ വെന്റിലേറ്ററിൽ തന്നെയാണ് എന്നതാണ് അവസ്ഥ. അങ്ങനെ ഇരിക്കെയാണ് നമ്മൾ ഈ അടുത്തിടെ ശിവപ്രിയ, വേണു തുടങ്ങിയ രോഗികൾ മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഉണ്ടായ ദുരനുഭവങ്ങൾ നാം കേൾക്കാനിടയായത്. ഈ മെഡിക്കൽ കോളേജിന്റെ കാര്യം ഇത്ര നിസ്സാരമായിട്ട് തള്ളാൻ പറ്റുകയില്ല. കാരണം ഒരു ഗവൺമെന്റ് രണ്ടാം പ്രാവശ്യവും അവർക്ക് ഊഴം കൊടുത്തു. അങ്ങനെ ആ ഊഴം കൊടുത്ത് ഭരണം കഴിഞ്ഞ് 3-ാം തവണ ഊഴം കാത്ത് അവർ ഇലക്ഷനിലേക്ക് പോകുന്നു. ആര് ഭരണത്തിൽ വരട്ടെ, ആര് ഭരണത്തിൽ വരുന്നു എന്നുള്ളത് ജനങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷേ അവർ അർഹിക്കുന്ന അവരുടെ അവകാശങ്ങൾ അവർക്ക് ലഭ്യമാക്കണം. അവർക്ക് വേണ്ട ചികിത്സാ ചെലവുകൾ, ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കണം. ഉദാഹരണത്തിന് മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരോ MP-മാരോ ഒക്കെ ആണെങ്കിൽ അവർക്ക് വിദേശത്ത് പോയി ചികിത്സ ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ കിട്ടും. എവിടുന്നാ കിട്ടുന്നത്? ഈ ജനങ്ങളുടെ തന്നെ നികുതി പണം, ഖജനാവിൽ നിന്ന് പണം എടുത്താണ് അത്തരം ചെലവുകൾക്ക് വേണ്ടി, അത്തരം ചികിത്സകൾക്ക് വേണ്ടി അവർ പോകുന്നത്. പക്ഷെ സാധാരണ പൗരന്മാർക്ക് ഇങ്ങനെ വിദേശത്ത് പോയി ചികിത്സ നടത്താനോ അതിനുള്ള ഫണ്ടോ ഒന്നും കാണുകയില്ല. അപ്പോൾ അത് പണക്കാരാണെങ്കിൽ ഓക്കെ, അവർക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഇവിടെയുണ്ട്. മെഡിക്കൽ കോളേജിനേക്കാൾ നന്നായി പെർഫോം ചെയ്യുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ ഇല്ലെങ്കിൽ തന്നെ അവർക്ക് വേറെ എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേ സാധാരണക്കാരായ അതിദാരിദ്ര്യം ഇല്ല എന്നൊക്കെ ഡിക്ലയർ ചെയ്താൽ അതിദാരിദ്ര്യം ഇല്ലാതെയാവുകയില്ലല്ലോ. അതിദരിദ്രരായ ഒരു വലിയ ജനവിഭാഗം ഇപ്പോഴും കേരളത്തിലുണ്ട്. ആ ജനവിഭാഗങ്ങൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ കോളേജുകൾ നന്നായി പ്രവർത്തിക്കണം. ഇത്തരം ഗുരുതരമായ അവസ്ഥയിൽ വെന്റിലേറ്ററിൽ ആയിക്കൂടാ എന്ന് നാം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ പറയപ്പെട്ട ശിവപ്രിയയുടെയും വേണുവിൻ്റെയും ഒക്കെ അവസ്ഥയും ഒക്കെ കഥ കേൾക്കേണ്ടി വരുന്നത്. ഇത്തരം ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്നത്തെ മനോരമ ഒന്ന് നോക്കിയാൽ മതി. കുഞ്ചിക്കുറുപ്പ് വായിക്കണം. കുഞ്ചിക്കുറുപ്പ് എന്താ പറയുന്നത്? കുഞ്ചിക്കുറുപ്പ് കോട്ട് ചെയ്യുകയാണ്. അബുദാബിയിൽ വെച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഇപ്പോൾ അബുദാബി സന്ദർശനം കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. അവിടെ വെച്ച് അദ്ദേഹം കേരളത്തിന്റെ വികസനത്തെ പറ്റിയൊക്കെ ഒരുപാട് സംസാരിച്ച് അവിടെയുള്ളവരെ കയ്യിലെടുത്തു. പിന്നെ അവരുടെ ഒക്കെ അഭിപ്രായങ്ങൾ മാറ്റിമറിക്കത്തക്ക രീതിയിലാണ് അദ്ദേഹം കേരളത്തിന്റെ ഈ വികസിതമായ കേരളത്തിന്റെ വികസിത മുഖത്തെ പറ്റി നടത്തിയ പ്രസംഗങ്ങളൊക്കെ സൃഷ്ടിച്ച രംഗങ്ങൾ. അപ്പം അതേപറ്റിയാണ് കുഞ്ചിക്കുറുപ്പ് ഇന്ന് ഒരു ഇത് ചെയ്തിരിക്കുന്നത്. എന്താ ചെയ്തിരിക്കുന്നത്? കേരളത്തിന്റെ ആരോഗ്യരംഗം അമേരിക്കയുടെ ആരോഗ്യ രംഗത്തെക്കാൾ പോലും മെച്ചപ്പെട്ടതാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി അവിടെ സംസാരിച്ചു എന്ന് പറഞ്ഞാണ് കുഞ്ചിക്കുറുപ്പ് ഇത് ചെയ്തിരിക്കുന്നത്, കാർട്ടൂൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾ ആ കാർട്ടൂൺ ഒന്ന് കാണണം. അപ്പം പിന്നെ ഇവിടുത്തെ ആരോഗ്യ മേഖലയെ പറ്റി കാർട്ടൂൺ ചെയ്ത കൂട്ടത്തില് കുഞ്ചിക്കുറുപ്പ് വളരെ രസകരമായ രീതിയിൽ കട്ടിലിനടിയിലും രോഗികളെ കിടത്തുന്നുണ്ട് എന്ന കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നുകൂടാ. അപ്പൊ എനിക്കൊരു സംശയം ഇത് കേട്ടപ്പോ, ഈ കുഞ്ചിക്കുറുപ്പ് ഇത് പറഞ്ഞപ്പോഴല്ല, ഈ അബുദാബിയിലെ പ്രസംഗവും അബുദാബിയുടെ ഭരണാധികാരിയുടെ മറുപടി പ്രസംഗത്തില് അബുദാബി ഭരണാധികാരി കേരളത്തെ പുകഴ്ത്തിക്കൊണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടും ഒക്കെ സംസാരിക്കുന്നതും കേട്ടു. അപ്പോഴാണ് എനിക്ക് ഈ സംശയം തോന്നുന്നത്, പിന്നെ എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹം ഈ അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്നത്? അമേരിക്കയിൽ മെച്ചപ്പെട്ട ആരോഗ്യ സിസ്റ്റം ഇവിടെയാണ് ഉള്ളതെങ്കിൽ ഇവിടൊക്കെ ചികിത്സിച്ചാൽ പോരെ? മയാമി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നത് എന്തിനാണ് എന്നെനിക്ക് ഒരു സംശയം തോന്നി. അത് ഞാൻ നിങ്ങളോട് പങ്കിടുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ആരോഗ്യസ്ഥിതി സിസ്റ്റം എങ്ങനെയാണ്, അമേരിക്കയിലെ സിസ്റ്റം എങ്ങനെയാണ് എന്ന് താരതമ്യം ചെയ്യാൻ നിങ്ങൾക്കൊരു അവസരമാണ് ഇത് എന്നുകൂടി ഓർമ്മിക്കും. അങ്ങനെ ഇരിക്കെയാണ് ഇപ്പൊ ഈ അവസാനമായിട്ട് ഈ കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് ചർച്ചകളിൽ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്ന, ചാനലുകളിലൊക്കെ ഇടം പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമരം. ജനിച്ച് 18 ദിവസം മാത്രം പ്രായമായ ഒരു കുഞ്ഞ് എൻ്റെ അമ്മയെ നിങ്ങൾ കൊന്നില്ലേ എന്ന് ചോദിച്ച് കരഞ്ഞ് അതായത് മുത്തശ്ശിയുടെ കയ്യിലിരുന്ന് കുഞ്ഞ് കരയുന്നു. ആ കുഞ്ഞിനെയും കൂട്ടിയാണ് മുത്തശ്ശിയും മറ്റുള്ളവരും കൂടി, കുഞ്ഞിൻ്റെ അച്ഛനും മറ്റെല്ലാവരും കൂടി SITയുടെ മുൻപിൽ സമരപ്രഖ്യാപനവുമായി വന്നത്. അപ്പോൾ 18 ദിവസം പ്രായമായ കുഞ്ഞ് സമരവുമായി SITയുടെ മുൻപിൽ വരണമെങ്കിൽ
നമ്മുടെ ആരോഗ്യരംഗം അമേരിക്കൻ ആരോഗ്യരംഗത്തെക്കാൾ മികച്ചതാണ് എന്ന് ഇനി സർട്ടിഫിക്കറ്റ് വേറെ ആവശ്യമില്ലല്ലോ. അത് പറയാൻ വേണ്ടിയാണ് ഈ 18 ദിവസം പ്രായമായ കുഞ്ഞ് സമരവുമായി വന്നിരിക്കുന്നു എന്ന് ഞാൻ പറയുന്നു. അപ്പൊ എന്താണ് ശിവപ്രിയയ്ക്ക് സംഭവിച്ചത്? പ്രസവത്തിനായി SATയിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അതായത് നോർമൽ ഡെലിവറി, നമ്മൾ സാധാരണ പറയുമല്ലോ നാട്ടിൻപുറത്തൊക്കെ സുഖപ്രസവം, അതായത് സിസേറിയൻ ഒന്നും അല്ലാതെ സാധാരണ രീതിയിൽ നടക്കുന്ന ഡെലിവറിക്കാണ് സുഖപ്രസവം അഥവാ നോർമൽ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പൊ ശിവപ്രിയയുടെ ഡെലിവറി നോർമൽ ഡെലിവറി ആയിരുന്നു. അതായത് അവരുടെ രണ്ടാമത്തെ ഡെലിവറിയാണ്. 2ാം ദിവസം അവരെ സാധാരണ രീതിയിലെ പോലെ 2ാം ദിവസമോ 3ാം ദിവസമോ മെഡിക്കൽ കോളേജിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപേ അവർക്ക് പനിയുണ്ട് എന്ന് അവർ ഡോക്ടറോട് പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടർ അത് ഗവനിക്കാതെ പറഞ്ഞയച്ചു. പക്ഷെ വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം ആകുമ്പോഴത്തേനും പനി അതികലശലാകുന്നു. കലശലായതുകൊണ്ട് തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവരുന്നു. മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന് അവരെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് അത് SAT പറയുന്നത്, SATയിൽ നിന്ന് പോകുമ്പോൾ അവർക്ക് പനി ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം പോകുമ്പോൾ പനി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ അണുബാധ എവിടെ നിന്നുണ്ടായി, അതിൻ്റെ അത് ആരോപിക്കപ്പെടുന്നത് SATയുടെ പേരിൽ തന്നെയാകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടുന്ന് പോകുമ്പോൾ പനി ഇല്ലായിരുന്നു എന്നവർ പറയുന്നത്. പക്ഷേ ഈ മരിച്ച രോഗി തന്നെ പറഞ്ഞു പനി ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അവരത് ഗവനിച്ചില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തന്നെയാണല്ലോ വേണുവിന്റെ കാര്യത്തിൽ നമ്മൾ കേട്ടത്. ഒരു ഹാർട്ട് അറ്റാക്ക്, സൈലന്റ് ആയിട്ടൊരു അറ്റാക്ക് ഉണ്ടായി എന്നറിഞ്ഞ് ഉടനെ തന്നെ അവിടെ നാട്ടിലെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവര് ഉടനെ തന്നെ ഇതൊരു അറ്റാക്കാണ് എന്നുള്ളത് കൊണ്ട് ഉടനെ മെഡിക്കൽ കോളേജിലേക്ക് പോകണം എന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുന്നു. മെഡിക്കൽ കോളേജിൽ വന്ന് ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തിൽ അഡ്മിറ്റഡ് ആയിട്ട് അദ്ദേഹം കിടന്നത് എവിടെയാണ്? വേണു കിടന്നത് ഒരു സാധാരണ കുടുംബത്തിൽ ഒരു ഓട്ടോ ഡ്രൈവറായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹത്തെ ഒരു പറഞ്ഞതുപോലെ താഴെ നിലത്ത് ഒരു സൈലന്റ് അറ്റാക്ക് ഉണ്ടായി, കഷ്ടിച്ച് രക്ഷപ്പെട്ട് അത് താമസിയാതെ സർജറി നടത്തിയാൽ രക്ഷപ്പെട്ട് വീണ്ടും വളരെ കാലം ജീവിക്കാവുന്ന ഒരവസ്ഥയിൽ വന്ന മനുഷ്യൻ അയാള് തറയിൽ കിടത്തി. അതിനെപ്പറ്റിയൊക്കെയാണ് ഡോക്ടർ ഹാരിസ് പിന്നെയും പറയുകയുണ്ടായി. അത്ര പ്രാകൃതമായ രീതിയിലാണ് ഇവിടെ ചികിത്സയിൽ ഈ രോഗികളോട് പെരുമാറുന്നത് എന്ന് ഡോക്ടർ ഹാരിസ് തന്നെ പിന്നെയും മുഷിഞ്ചും പറയുന്ന ഒരവസ്ഥ നമ്മൾ കേട്ടു. ആ വേണു എന്ന രോഗി തന്നെ എന്താണ്, അത് വേണുവിന്റെ ഭാര്യ, അവര് വളരെ സെൻസിബിളായിട്ട് സംസാരിക്കുന്ന, അതായത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി പ്രതികരിക്കുന്ന ഒരു വനിതയാണ്. അങ്ങനെ പ്രതികരിച്ച ആ രീതി അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പല ആവർത്തി അവർ തന്നെ കരഞ്ഞ് ഒന്ന് നോക്കണം, ഉടനെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആകട്ടെ നോക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തട്ടി അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞയച്ചതല്ലാതെ അവർ വേണുവിന്റെ അസുഖത്തെ പറ്റി കാര്യമായ ഗൗരവത്തിലുള്ള പരിശോധന നടത്തുകയോ വേണ്ട നടപടി സമയത്തെടുക്കുകയോ ചെയ്തില്ല. അങ്ങനെയാണ് വേണു തൻ്റെ സുഹൃത്തിന് ഒരു മെസ്സേജ് കൊടുക്കുന്നത്. ഞാൻ ഇവിടെ വന്നിട്ട് എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അത് മെഡിക്കൽ കോളേജിൻ്റെ, ഞാൻ മരിക്കുകയാണെങ്കിൽ അത് മെഡിക്കൽ കോളേജിൻ്റെ കുറ്റം കൊണ്ടാണ് മരിക്കുന്നത്. ഞാൻ എന്നെ ശ്രദ്ധിക്കാൻ പറയുമ്പോൾ ഒരു നായയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം പോലും എനിക്ക് തരുന്നില്ല. എന്താണ് ആ മനുഷ്യൻ ഹൃദയം തകർന്ന് പറഞ്ഞത്? ഹൃദയത്തിന് കേട് സംഭവിച്ച ആ മനുഷ്യൻ, ആ ഹൃദയം തകർന്നാണ് അങ്ങനെ പറയുന്നത്. ഇതെല്ലാം കേട്ട് കൂടെ ഇരുന്ന ആ ഭാര്യ, അവരും കരയുകയും ഒരുപാട് പ്രാവശ്യം പറയുകയും ശുപാർശ ചെയ്യിക്കാവുന്നവരെ കൊണ്ട് ശുപാർശ ചെയ്യിക്കുകയും ഒക്കെ ചെയ്തിട്ടും വേണുവിന് ചികിത്സ സമയത്ത് കിട്ടിയില്ല. അവസാനം വേണു കുടുംബത്തെ അനാഥമാക്കി മരണത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കുടുംബം അത് അനാഥമാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതിൻ്റെ ബാക്കി പത്രം എന്ന് ഈ ഡോക്ടർമാർക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ മെഡിക്കൽ കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് സീനിയർ ഡോക്ടേഴ്സ് എല്ലാം ഉച്ച കഴിഞ്ഞാൽ എന്താ പറയുക, സ്വകാര്യ പ്രാക്ടീസിന്, ഒന്നുകിൽ സ്വകാര്യ ആശുപത്രികളിലോ മെഡിക്കൽ കോളേജുകളിലോ അവരുടെ സേവനം ലഭ്യമാക്കുന്നു, അതുമല്ലെങ്കിൽ അവര് സ്വന്തം വീട്ടിൽ തന്നെ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നു. അങ്ങനെ അവർ ഇഷ്ടം പോലെ പണം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഈ നാട്ടിലെ ജനങ്ങൾ, സാധാരണക്കാർ,
ഇവരുടെ അതായത് ഈ മെഡിക്കൽ കോളേജുകളും ജനറൽ ആശുപത്രികളും ഒക്കെ സർവ്വസാധാരണക്കാരായ മനുഷ്യർക്ക് വേണ്ടിയാണ്. പണക്കാർക്കാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ ഉള്ളത്. അപ്പൊ അവിടെ ഒന്നും ചെന്നെത്തി ചികിത്സ ലഭിച്ച് ജീവിച്ചിരിക്കാൻ സാധ്യമല്ലാത്ത പാവപ്പെട്ടവരാണ് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ ഒരു അനുഭവം ഉള്ളവർ പിന്നെ അവിടേക്ക് കയറി ചെല്ലില്ല. കാരണം അവിടെ ചെന്നാൽ മരണം ഉറപ്പാ, അല്ലെങ്കിൽ രോഗം കണ്ടുപിടിക്കുകയോ ചികിത്സയോ ചെയ്യുകയില്ല എന്ന് ഉറപ്പാക്കിക്കൊണ്ടാകും നടക്കുക ഒരിക്കൽ പോയവര്. അപ്പൊ അങ്ങനെ ഉള്ള ഒരവസ്ഥയിലാണ് വേണുവിന്റെ മരണം സംഭവിക്കുന്നത്. അതുപോലെ ശിവപ്രിയയുടെ മരണവും ഇങ്ങനെ തന്നെ. അതായത് അവിടെ നിന്ന് പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ടും അതിന് ഒരു ചികിത്സ പോലും കൊടുക്കാൻ തയ്യാറാകാതെ, അല്ലെങ്കിൽ അതിന് പനിക്ക് എന്തുകൊണ്ട് പനി വന്നു, അവിടെ ഇൻഫെക്ഷൻ വല്ലതും ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ അവരെ വീട്ടിലേക്ക് വിടുന്നു. വീണ്ടും അടുത്ത ദിവസം വരുന്നു. അത് കഴിഞ്ഞിട്ടോ ഓരോ ദിവസവും അവരുടെ അവസ്ഥ ഗുരുതരമായി തുടരുകയാണ്. അങ്ങനെ ഗുരുതരമായി തുടരുമ്പോൾ ഇവിടെ നല്ല ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടായത് എന്ന് പറയുന്നു. പക്ഷേ അവിടുന്നാണ് ഇൻഫെക്ഷൻ ഉണ്ടായത് എന്ന് പറയത്തക്ക രീതിയിലുള്ള കാരണങ്ങളാണ് പിന്നീട് തെളിഞ്ഞു വരുന്നത്. ശിവപ്രിയയുടേത് നോർമൽ ഡെലിവറി ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നിട്ട് അതിന് നോർമലായിട്ട് തന്നെ 2 ദിവസം കഴിയുമ്പോൾ അവരെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. പക്ഷെ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുമ്പ് പനി ഉണ്ടായിരുന്നു. പനിയുള്ള കാര്യം അവർ പറഞ്ഞു. പക്ഷെ ഡോക്ടേഴ്സ് അത് ഗവനിച്ചതുമില്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ ചെല്ലുന്നതോടുകൂടി പനി കലശലാകുന്നു. അങ്ങനെ പനി കലശലായി പിറ്റേ ദിവസം തന്നെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഡോക്ടേഴ്സിനോടും ഒക്കെ നമ്മൾ കൺസൾട്ട് ചെയ്യുമല്ലോ. അങ്ങനെ ആ ഡോക്ടേഴ്സ് പറഞ്ഞു ഇത് അവിടുന്ന് തന്നെ SATയിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഇൻഫെക്ഷൻ ആകാനാണ് സാധ്യത. അതായത് അസിനറ്റോബാക്ടർ ബാക്ടീരിയ ബാധിച്ചിരിക്കുക. അസിനറ്റോബാക്ടർ ബാക്ടീരിയ ബാധയാകാം. ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഉണ്ടാകാൻ സാധ്യതയുള്ള മറ്റു മേഖലകളും ഉണ്ട്. പക്ഷെ മെഡിക്കൽ കോളേജിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറഞ്ഞത് കേട്ട് അവർ മെഡിക്കൽ കോളേജിൽ വന്ന് പരിശോധനയൊക്കെ നടത്തിയപ്പോൾ അവിടെയുള്ളവർക്ക് തന്നെ മനസ്സിലായി കാണും. 2nd ഡേ 3rd ഡേ 4th ഡേ ഒക്കെ ആകുമ്പോഴത്തേന് ഇവരുടെ രോഗം മൂർജിച്ചു വരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇതേ ബാക്ടീരിയയുടെ തന്നെ ആക്രമണമാണെന്നും ഇത് മരണകാരണമായേക്കാമെന്നും അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാകാം. അതുകൊണ്ട് അതിനുശേഷമുള്ള ദിവസങ്ങളിലെ ട്രീറ്റ്മെന്റിന് ചെലവൊന്നും സ്വീകരിക്കാതെയാണ് മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെന്റ് നടത്തി കൊടുത്തത്. അപ്പൊ അത് ചെലവൊന്നും സ്വീകരിക്കാതെ എന്ന് വെച്ചാൽ എല്ലാ ട്രീറ്റ്മെന്റിനും ചെലവ് കൊടുക്കാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഇത് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു, ചെലവൊന്നും ഇല്ലാതെയാണ് ട്രീറ്റ്മെന്റ് തുടർന്നത്. അങ്ങനെ തുടർന്ന് പക്ഷെ അധികം താമസിയാതെ തന്നെ വെന്റിലേറ്ററിൽ കിടന്ന് ഈ രോഗി മരിക്കുകയാണ്. അപ്പോഴും സൂപ്രണ്ട് പറഞ്ഞത് ഇവിടെ നിന്ന് നല്ല അണുബാധ ഉണ്ടായിരിക്കുന്നു. അവിടെ നിന്ന് നല്ല അണുബാധ ഉണ്ടായത് എങ്കിൽ അവർക്ക് ഇവിടെ നിന്ന് അണുബാധ ഉണ്ടായി. അങ്ങനെ സാധ്യതയുണ്ട്. പുറത്തു നിന്നും അണുബാധ ഉണ്ടാകാൻ ആരോഗ്യകരമല്ലാത്ത ചുറ്റുപാടിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അണുബാധ ഉണ്ടാകാം എവിടെ നിന്ന് വേണമെങ്കിലും. പക്ഷേ ഇത് പ്രസവത്തോടുകൂടി അവിടെ നിന്ന് തന്നെയാണ് അണുബാധ ഉണ്ടായതെന്ന് അവർക്കറിയാമായിട്ടും അവരത് ഒളിച്ചു വെച്ചു. അതായത് ആകപ്പാടെ മെഡിക്കൽ കോളേജ് ഇങ്ങനെ കോളേജുകളൊക്കെ തന്നെ ഇങ്ങനെ ഒരു ദുരന്തമുഖം പുറത്തു കാണിച്ചു കൊണ്ടിരിക്കുന്ന ദുരന്ത വേദിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അപ്പൊ അവര് സ്വയം കൃതാനർത്ഥമാണെങ്കിലും അത് ഏറ്റെടുക്കാൻ മനസ്സില്ലാതെ കൈ കഴുകി മാറുന്ന അവസ്ഥയാണ് നമ്മൾ കണ്ടത്. അപ്പൊ അങ്ങനെ പറയുമ്പോഴാണ് ഇനി അതിന്റെ സത്യാവസ്ഥ അറിയാനായിട്ട് ഒരു വിദഗ്ധ സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവരന്വേഷിച്ച് യഥാർത്ഥത്തിൽ ഇൻഫെക്ഷൻ അവിടെ നിന്ന് തന്നെയാണോ ഉണ്ടായത് എന്ന് കണ്ടെത്തി പുറത്തു വരുന്നത് വരെയും നമ്മൾ കാത്തിരിക്കണം. പക്ഷെ ഈ വിദഗ്ധ സംഘങ്ങളൊക്കെ പലപ്പോഴും ഹോസ്പിറ്റലിനെ രക്ഷപ്പെടുത്താൻ തക്ക തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളായിരിക്കും നടത്തുക. അങ്ങനെ പിടിച്ച് ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ കോളേജിന്റെ സൽപ്പേരും ഗവൺമെന്റിന്റെ സൽപ്പേരും സംരക്ഷിക്കുമെന്ന് ഉറപ്പുള്ള വിദഗ്ധരെയാണ് അങ്ങനെയുള്ള കമ്മിറ്റികളിലേക്കൊക്കെ സാധാരണ രീതിയിൽ വിടാറുള്ളത്. അങ്ങനെ നമ്മുടെ ഇപ്പോഴത്തെ ഗവൺമെന്റ് പല കമ്മിറ്റികളും ഫോം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. ഞാനിപ്പോൾ അത്തരം കമ്മിറ്റികൾ ആരെയൊക്കെ എവിടെയൊക്കെ പ്രതീക്ഷിക്കുന്നു എന്നൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് പലർക്കും മനസ്സിലാകും ഓരോരുത്തരും ഓരോ സ്ഥാനത്തൊക്കെ പ്രതിഷ്ഠിക്കുന്നതും അവർ ചെയ്യുന്ന കാര്യങ്ങളും
എന്നിട്ട് ഈ ഏറ്റവും അനുകൂലമായ സർട്ടിഫിക്കറ്റ് ഗവൺമെന്റിന് കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കാണാറുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ എനിക്ക് ഈ കാര്യത്തെ പറ്റി എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഒരു കഥ പറയാനുണ്ട്. അത് 1983 കഥയാണ്. അന്ന് ഞാൻ എൻ്റെ ഇളയ മകനെ ഗർഭം ധരിച്ചിരുന്നപ്പോൾ മെഡിക്കൽ കോളേജിലെ തന്നെ ഒരു ഡോക്ടർ, പ്രശസ്തയായ ഒരു ഡോക്ടർ, അവരുടെ ഏറ്റവും അടുത്ത ഒരു ബന്ധു ഇപ്പോഴത്തെ ഗവൺമെന്റിൽ തന്നെ മന്ത്രിയാണ്. ഈ ഡോക്ടറെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. റെഗുലറായിട്ട് അവരെ വീട്ടിൽ പോയി കാണുമായിരുന്നു. അതായത് ആഴ്ചയിലൊരിക്കൽ അല്ലെങ്കിൽ മാസത്തിലൊരിക്കൽ, ആദ്യമൊക്കെ മാസത്തിലൊരിക്കൽ, പിന്നെ ആഴ്ചയിലൊരിക്കൽ ഇങ്ങനെ പോയി കണ്ടുകൊണ്ടിരുന്നു. എനിക്ക് BP, പ്രഗ്നൻ്റ് ആയ സമയത്ത് BP ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ പോയി കാണേണ്ടി വന്നത്, റെഗുലറായിട്ട് പോയി കാണേണ്ടി വന്നത്. അങ്ങനെ കണ്ടുകൊണ്ടിരുന്ന് ഡെലിവറിയുടെ സമയമായി. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ തന്നെ കാണാൻ പോയത്, മെഡിക്കൽ കോളേജിലെ ഡോക്ടറാണെങ്കിൽ ഈ BP ഒക്കെ ഉള്ള ഒരു പേഷ്യൻറ്റിന് ഡെലിവറി ആകുമ്പോൾ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടായാൽ മെഡിക്കൽ കോളേജ് ആണല്ലോ അവസാനത്തെ അത്താണി എന്ന് വിചാരിച്ചാണ് ഈ ഡോക്ടറെ തന്നെ കണ്ടത്. അപ്പം അങ്ങനെ ചെന്ന് അവസാനം ഡെലിവറിയുടെ സമയമാകുന്നു, ഡേറ്റ് ആകുന്നു, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം 5 മണിയോടുകൂടി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, അപ്പോഴേ നല്ല പെയിൻ ഉണ്ട്, അങ്ങനെ പെയിനൊക്കെ ആയിട്ട് പോകുന്നു. രാത്രി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എനിക്ക് അതികലശലായ പെയിൻ എന്ന് വെച്ചാൽ സഹിക്കാൻ വയ്യാത്ത പെയിൻ. അത് പ്രസവിച്ച സ്ത്രീകൾക്കേ അറിയാവുള്ളൂ പെയിൻ എങ്ങനെയാണെന്ന്. അതായത് മരണത്തെ മുഖാമുഖം കാണുന്നതിന് തുല്യമാണ് ശക്തമായ വേദന എന്ന് പറഞ്ഞാൽ. അങ്ങനെ വേദന എടുത്തുകൊണ്ടിരിക്കുക മാത്രമല്ല, ഞാൻ കിടക്കുന്ന, അതായത് എൻ്റെ കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു എന്ന് എനിക്ക് തന്നെ നന്നായിട്ട്, രണ്ടാമത്തെ പ്രസവമാണല്ലോ, അതുകൊണ്ട് എനിക്ക് തന്നെ മനസ്സിലാകുന്ന സമയം. അതികഠിനമായ വേദന കൊണ്ട് ഞാൻ പുളയുകയാണ്. പക്ഷേ എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും അതുപോലെ ആ അവസ്ഥയിലൊന്നും എത്താത്തവരൊക്കെ ഭയങ്കരമായിട്ട് കിടന്ന് വിളിച്ച് ഭയങ്കര വഴക്കുണ്ടാക്കി കരയുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ സംയമനം പാലിച്ച് ആ വേദന മുഴുവൻ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ വിഷമിച്ച് കഴിയുകയാണ്. അങ്ങനെ ഇരിക്കെ അവിടുത്തെ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ അവരുടെ അസിസ്റ്റൻസിനോട് പറഞ്ഞു, മേരി ജോർജിന് രാവിലെ 8 മണിയാകുമ്പോൾ BP-ക്കുള്ള ഇൻസുലിൻ കൊടുക്കണം, BP കുറയാനുള്ള ഇൻസുലിൻ കൊടുക്കണം എന്ന് പറഞ്ഞ് പോകാനായിട്ട് അസിസ്റ്റൻസിനെ ഏൽപ്പിച്ച് ഡോക്ടർ പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം മലയാളത്തിലും പിന്നെ ഇംഗ്ലീഷിലും പറഞ്ഞു, ഞാൻ ഗുരുതരമായ രീതിയിൽ പ്രസവ വേദന അനുഭവിക്കുകയാണ്, എൻ്റെ കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ഉടനെ തന്നെ എന്നെ പരിചരിക്കാൻ ഡോക്ടേഴ്സ് ആരെങ്കിലും വന്ന് നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അരമണിക്കൂറിനകം ഞാനും എൻ്റെ കുഞ്ഞും മരിച്ചു പോയിരിക്കും എന്ന് ഇംഗ്ലീഷിലും മലയാളത്തിലും പറഞ്ഞു. ഞാനത് പറഞ്ഞു കേട്ടപ്പോൾ ഇംഗ്ലീഷിലും കൂടി പറഞ്ഞത് കൊണ്ടാകാം, അല്ലെങ്കിൽ അവർ ശ്രദ്ധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കിടന്ന് അലറി കരയുന്നവരുണ്ട്, അവരെ ശ്രദ്ധിക്കാത്ത, അവർ അനങ്ങാതിരിക്കുന്ന എനിക്ക് വേദന ഉണ്ടെന്ന് പോലും വിശ്വസിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആ ഡോക്ടർ എൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിൻ്റെ തല പുറത്തേക്ക് വന്ന് തുടങ്ങിയിരിക്കുന്നു. ഉടനെ തന്നെ എന്നെ അവിടെ നിന്ന് ഈ ഡെലിവറി കോട്ടിലേക്ക്, ഡെലിവറി എടുക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന കോട്ടുണ്ട്, അവിടേക്ക് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുവന്ന് ഒട്ടും താമസിയാതെ എൻ്റെ ഡെലിവറി നടക്കുന്നു. അങ്ങനെ ഡെലിവറി നടന്ന് കുഞ്ഞിനെ വെളിയിൽ എടുത്തു കഴിഞ്ഞ് അവർ പിന്നെ പൊക്കിൾക്കൊടിയൊക്കെ മുറിച്ച് പോകുന്നു. പറഞ്ഞതുപോലെ 3-ാം ദിവസം എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതിന് മുമ്പേ ഒരു സംഭവം ഉണ്ടായി. എൻ്റെ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി വീണു പോകുന്നു. അപ്പോൾ സാധാരണ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി ഒരു 9-10 ദിവസമൊക്കെ ആയിട്ടേ വീഴാറുള്ളൂ നോർമൽ കേസിൽ. അപ്പോൾ എൻ്റെ അമ്മ എന്ന് വെച്ചാൽ എൻ്റെ അമ്മായി ചോദിക്കുന്നു, എന്നെ കൊണ്ടുപോകാനായിട്ട് വന്ന കൂട്ടത്തിൽ ചോദിച്ചു, എന്താ കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി ഇത്ര വേഗം വീണുപോയത്? അപ്പോൾ ആ ഡോക്ടർ, അവിടെ ഉണ്ടായിരുന്ന ഡോക്ടേഴ്സ് പറഞ്ഞു, അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിൽ പോയ അന്ന് തന്നെ ഡോക്ടർ ലീലാമണി അംബ്രോസ്, അവരെ ഓർമ്മിക്കുന്ന ഒരുപാട് പേര് എൻ്റെ ഇത് കേൾക്കുന്നവരിൽ ഉണ്ടാകാം. അതായത് മെഡിക്കൽ കോളേജിൽ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത് ഇപ്പോൾ അവർ നല്ല വാർദ്ധക്യത്തിലെത്തി. ആ ഡോക്ടർ പിന്നെ ഞങ്ങളുടെ ഒരു വളരെ ഫാമിലി സുഹൃത്തായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ അന്ന് തന്നെ എന്നെയും കുഞ്ഞിനെയും കാണാനായിട്ട് എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അതായത് കുഞ്ഞിൻ്റെ പൊക്കിൾക്കൊടി പോയിരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. 3-ാം ദിവസമാണെന്ന് അവർക്കറിയാം. പൊക്കിൾക്കൊടി പോയിരിക്കുന്നത് ശ്രദ്ധിച്ചു. അത് മാത്രവുമല്ല,
കുഞ്ഞിട്ടിരുന്ന സുതാര്യമായ വെള്ള ഉടുപ്പിന്റെ മുകളിൽ പൊക്കിളിൽ ഒരു തുള്ളി രക്തക്കറ കണ്ടു. ഉടനെ അവർ വിഷമത്തോടെ പറഞ്ഞു, അയ്യോ ഇപ്പം തന്നെ മെഡിക്കൽ കോളേജിൽ പോകണം, കുഞ്ഞുങ്ങളുടെ വിഭാഗത്തിലെ ICUവിൽ കുഞ്ഞിനെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ എടുക്കണം, കുഞ്ഞിന് അണുബാധ ഉണ്ടായിട്ടുണ്ട് പൊക്കിൾ കൊടിയിൽ എന്ന് പറഞ്ഞു. അംബ്ലിക്കൽ സെപ്സിസ് അതാണ്. അത് പെട്ടെന്ന് തന്നെ ചികിത്സിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് ബ്രെയിനിനെ ബാധിക്കും, കൊച്ചിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ അത് വല്ലാതെ ബാധിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ മാഡം തന്നെ ആ ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിലേക്ക് വിളിച്ച് പീഡിയാട്രിക് വിഭാഗത്തിലെ ഒരു ഡോക്ടറെ, ചീഫായിട്ടുള്ള ഡോക്ടറെ വിളിച്ച് ഇങ്ങനെ ഒരു പേഷ്യൻ്റ് വരും എന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ചെന്ന് കുഞ്ഞിനെ അവിടെ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ അവിടെ അമ്മയ്ക്ക് എന്താ കിട്ടുക എന്നറിയാം. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു എന്നോട്, അതായത് ഈ പീഡിയാട്രിക് ഡോക്ടർ പറഞ്ഞു, ടീച്ചർ ഒരു കാര്യം ചെയ്യാം, ടീച്ചർ വീട്ടിൽ പോയി കിടക്ക്, വിശ്രമിക്കണം. അതായത് കുഞ്ഞിൻ്റെ അടുത്ത് ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു സ്റ്റൂൾ മാത്രമാണ് ബൈസ്റ്റാൻഡർക്ക് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, അത് യൂട്രസ് കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാക്കും, അതുകൊണ്ട് വീട്ടിൽ പോയി വിശ്രമിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടല്ലാതെ ഇവിടുന്ന് പോകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സങ്കടത്തോടെ ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ അവിടെ ഇരുന്നു. അങ്ങനെ പല പ്രാവശ്യം എന്നോട് ആ ഡോക്ടർ മാത്രമല്ല അവിടെ വരുന്ന പല നേഴ്സസും ഒക്കെ പറഞ്ഞു എന്നോട്, ഒരു കാരണവശാലും ഇങ്ങനെ ഇരിക്കരുത്, ഇരുന്നാൽ അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കും താങ്കളുടെ ആരോഗ്യത്തിൽ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് മാത്രമേ തിരിച്ചു വീട്ടിൽ പോവുള്ളൂ. അങ്ങനെ 21ാമത്തെ ദിവസമായപ്പോഴത്തേനും കുഞ്ഞിന് ഒരു ദിവസം രാവിലെയും വൈകുന്നേരം ഓരോ ഇഞ്ചക്ഷൻ എടുക്കും, പിന്നെ എന്തൊക്കെ മെഡിസിൻസ് അന്ന് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ എൻ്റെ കുഞ്ഞ് ഓൾമോസ്റ്റ് നോർമലായി എന്ന് ഡോക്ടേഴ്സ് പറയുന്ന എത്തിയിട്ടും ഞാൻ പറഞ്ഞു, അങ്ങനെ ഓൾമോസ്റ്റ് നോർമൽ ആയാൽ പോരാ, അവൻ ഈ ഇൻഫെക്ഷനിൽ നിന്ന് 100% പിന്നെ മുക്തി നേടി എന്നറിയുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ കുഞ്ഞിനെയും കൊണ്ടുണ്ട്, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ 28ാം ദിവസമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോരുന്നത്. കുഞ്ഞ് പിന്നെ എന്നിട്ട് പോലും അപ്പോൾ പൂർണ്ണമായിട്ട് കുഞ്ഞ് അണുവിമുക്തനായി എന്നൊക്കെ ഉറപ്പിച്ച് ഡോക്ടർ, വളരെ നല്ല ഡോക്ടറായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് ജയകുമാർ എന്നോ മറ്റേ ആണെന്നാണ് എൻ്റെ ഓർമ്മ, പക്ഷെ ഞാൻ അത്ര കൃത്യമായിട്ട് ഓർക്കുന്നില്ല. ഇത് വർഷങ്ങൾക്ക് മുൻപാണല്ലോ, 42 വർഷം മുൻപ് നടന്ന സംഭവമല്ലേ. അപ്പം ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞതുപോലെ തന്നെ എൻ്റെ യൂട്രസ് പ്രൊലാപ്സ് ആയിരുന്നു. കാരണം നമുക്കറിയാം, പ്രസവിച്ചു കഴിഞ്ഞാൽ സാധാരണ 28 ദിവസം, ആദ്യത്തെ 28 ദിവസങ്ങളിലാണ് സ്ത്രീകൾ കിടക്കണം എന്ന് പറയുന്നത്. ആ സമയമാണ് യൂട്രസ് നോർമലായിട്ട് പഴയതുപോലെ സെറ്റിൽ ചെയ്യേണ്ട കാലം. ആ സമയമാണ് ഞാൻ ഹോസ്പിറ്റലിൽ ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ ഇരുന്ന് ചെലവഴിച്ചത്. അങ്ങനെ യൂട്രസ് പ്രൊലാപ്സ് ആയി. അപ്പോൾ മുതലേ എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അന്നേരം ഒന്നും ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ യൂട്രസ് എടുത്തു കളയണം, അതാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അപ്പോഴേ എടുത്തു കളയാനും എനിക്ക് മനസ്സില്ലായിരുന്നു. അങ്ങനെ അങ്ങ് മുൻപോട്ട് പോയി 10 വർഷം ആ പ്രൊലാപ്സ് യൂട്രസും കൊണ്ട് ഞാൻ നടന്നു. അപ്പം SATയുടെ ഗുണമാണ് പിന്നെ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എങ്ങനെ ഇരിക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ആ 10 വർഷം ഞാൻ അനുഭവിച്ച ക്ലേശം. ഓർമ്മിക്കണം, ഞാനൊരു 2 കുഞ്ഞുങ്ങളുടെ അമ്മ, പാലൂട്ടുന്ന അമ്മ എന്നത് മാത്രവുമല്ല, ഞാനൊരു കുടുംബിനിയാണ്, ഞാനൊരു കോളേജ് അധ്യാപികയാണ്. അപ്പോൾ ഈ എല്ലാ ലെവലിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നിട്ടാണ് ഈ പ്രൊലാപ്സ് യൂട്രസുമായിട്ട് എനിക്ക് നടക്കേണ്ടി വന്നത്. അങ്ങനെ അവസാനം ഒരു രക്ഷയുമില്ല, ഇനി എടുത്ത് മാറ്റുക തന്നെ നിവൃത്തിയുള്ളൂ എന്ന അവസ്ഥയിൽ ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു മിസ്സിസ് സദാശിവൻ, അവർ വളരെ നല്ലൊരു ഡോക്ടർ, അവർ വീട്ടിൽ ചെന്ന് കാണാൻ ഒന്നും ആരെയും സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ അവരെ മെഡിക്കൽ കോളേജിൽ തന്നെ ചെന്നാണ് കണ്ടത്. അവർ ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു, പരിശോധനയൊക്കെ നടത്തിയപ്പം 10 വർഷമായിട്ടും യൂട്രസിന് ഒരു ഇൻഫെക്ഷൻ പോലും വന്നിട്ടില്ല എന്ന് ആ ഒരു അത്ഭുതത്തോടെ എങ്ങനെ ഇങ്ങനെ കാത്തു സൂക്ഷിക്കാൻ പറ്റി എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, എൻ്റെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ ഡോക്ടറോട് പറഞ്ഞു, അത് എൻ്റെ ഹസ്ബൻഡ് ബ്രഹ്മചാര്യത്തിലേക്കും കൂടി പോയതുകൊണ്ടാണ് എന്ന കാര്യം ഞാൻ മറച്ചു വെക്കുന്നില്ല ഡോക്ടർ. ഇപ്പോൾ അത് പറയുമ്പോൾ ഇപ്പോഴും എനിക്ക് എൻ്റെ കണ്ണ് നിറയുന്നുണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. അങ്ങനെ 10 വർഷം ഞാൻ അനുഭവിച്ചു ആ ക്ലേശം. അങ്ങനെ യൂട്രസ് റിമൂവ് ചെയ്തു. അപ്പോൾ അപ്പോൾ എൻ്റെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തി കിട്ടിയത്
അമ്മ എന്ന എൻ്റെ സാക്രിഫൈസ് കൊണ്ട് കൂടിയാണെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. കാരണം ഞാൻ അന്ന് കുഞ്ഞിൻ്റെ അടുത്ത് ഇരിക്കുന്ന സമയത്ത് അവിടെ വേറെ ഇന്റൻസീവ് കെയറിലുള്ള തൊട്ടിലിൽ കിടക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ബൈസ്റ്റാൻഡേഴ്സ് ഇരുന്ന് ചായ കോരി കൊടുക്കുന്നു. ന്യൂ ബോൺ ബേബിക്കാണെന്ന് ഓർക്കണം. ചായ കോരി കൊടുക്കുന്നു, അങ്ങനെ പലതും കൊടുക്കുന്നതും മരിച്ച് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നതും ഒക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു അമ്മയ്ക്ക് തോന്നുമോ കുഞ്ഞിനെ ഒരു ബൈസ്റ്റാൻഡർക്ക് എറിഞ്ഞു കൊടുത്തിട്ട് പോകാനായിട്ട് വീട്ടിലേക്ക്? അങ്ങനെയാണ് ഞാൻ ആ ഹോസ്പിറ്റലിൽ തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഓർക്കാൻ പോലും വയ്യ എൻ്റെ കുഞ്ഞിനെ 2 ദിവസം 3 ദിവസം പ്രായമുള്ള എൻ്റെ കുഞ്ഞിനെ ഒരു ബൈസ്റ്റാൻഡർക്ക്, അത് ആര് തന്നെ ആയാലും അവരെ ഏൽപ്പിച്ചിട്ട് പോകാനായിട്ട് പറ്റില്ല. നമുക്ക് ഒരമ്മയ്ക്ക് പറ്റുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റില്ല അങ്ങനെ. അപ്പം അങ്ങനെ ഉള്ള പ്രതിസന്ധികൾ സൃഷ്ടിച്ച, അതായത് എൻ്റെ കുഞ്ഞിന് ഇൻഫെക്ഷൻ ഉണ്ടായത് തന്നെ മെഡിക്കൽ കോളേജിൻ്റെ കുഴപ്പം കൊണ്ട്, അതായത് എന്നെ ഡെലിവറി സമയത്ത് കൃത്യമായിട്ട് ഡെലിവറി കോട്ടിൽ കൊണ്ടുപോയി ഉപകരണങ്ങൾ സാനിറ്റൈസ് ചെയ്തെടുത്ത് കൊച്ചിൻ്റെ പൊക്കിൾ കൊടി മുറിച്ചില്ല എന്നുള്ളത് കൊണ്ടാണ് കൊച്ചിൻ്റെ പൊക്കിൾ കൊടിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായത്. അത് അംഗീകരിക്കാൻ പോലും അവർ തയ്യാറല്ലായിരുന്നു. പക്ഷേ അന്ന് ഡോക്ടർ ലീലാമണി അംബ്രോസ് ഒരു ദൈവദൂതനെ പോലെയാണ് എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. അവർ മെഡിക്കൽ കോളേജിൽ ഒരു ഡോക്ടറാണ് ആയിരുന്നല്ലോ. അപ്പം ഓർമ്മിക്കുക, നാം ആരെയും പഴി പറഞ്ഞിട്ട് കാര്യമില്ല. പണത്തോടുള്ള കൊതി കൊണ്ടാണ് ഡോക്ടേഴ്സ് പലപ്പോഴും ഈ പ്രൈവറ്റ് പ്രാക്ടീസിന് പോവുകയും പണം കൊടുക്കുന്നവരെ പോലും ഉപേക്ഷിക്കുകയും ചെയ്യും. എന്നെ ഞാൻ പൈസ കൊടുത്ത് കണ്ടുകൊണ്ടിരുന്ന ഡോക്ടറാണ് തിരിഞ്ഞു നോക്കാതിരുന്നത്. അവരുടെ അസിസ്റ്റന്റിനെ അവർ ഏർപ്പാട് ചെയ്തു എൻ്റെ ഡെലിവറി നോക്കാനായിട്ട്. അവർക്കറിയാമായിരുന്നു ഡെലിവറി സമയത്ത് എനിക്ക് ഒരുപാട് പ്രഷർ കൂടുമെന്നും ഒക്കെ, എന്നിട്ടൊക്കെ ഒന്നും. അപ്പൊ ഈ മേടിക്കുന്ന പണം ഞാനപ്പോൾ ഓർക്കുന്നതേ, നമ്മുടെ ബിൽ ഗേറ്റ്സിന്റെ ഇത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഈ കുറച്ചും കൂടി നർമ്മത്തിലാകാൻ വേണ്ടി ഞാൻ പറയാം. ബിൽ ഗേറ്റ്സ് അറിയാമല്ലോ. ഇപ്പോൾ ബിൽ ഗേറ്റ്സ് അല്ല ലോകത്തെ ഏറ്റവും വലിയ പണക്കാരൻ, പക്ഷെ ബിൽ ഗേറ്റ്സ് പല വർഷങ്ങളിലും ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. അങ്ങനെ സമ്പന്നനായിരുന്ന ഒരു വർഷം അദ്ദേഹത്തോട് ചോദിച്ചു പത്രസമ്മേളനത്തില്, എന്താണ് താങ്കൾ ഈ സമ്പത്ത് കൊണ്ട് ചെയ്യാൻ പോകുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ സമ്പത്ത് മുഴുവനും എൻ്റെ നിത്യാവശ്യങ്ങൾക്കുള്ളത് ഒഴിച്ച് ബാക്കി മുഴുവനും ബിൽ ഗേറ്റ്സ് മെലിൻഡ ഫൗണ്ടേഷൻ വഴിയായിട്ട് ലോകത്തെ ദരിദ്രർക്ക്, HIV ബാധിതർക്ക് ഒക്കെ വേണ്ടി മാറ്റിവെക്കുന്നു. ഇതൊന്നും ഞാൻ എടുക്കാൻ പോകുന്നില്ല. അപ്പോൾ വാട്ട് അബൌട്ട് യുവർ ചിൽഡ്രൻ? താങ്കളുടെ മക്കൾക്ക് കൊടുക്കില്ലേ? അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ടുണ്ട്, നല്ലവണ്ണം സമ്പാദിക്കാൻ ഉള്ള തരത്തിൽ ജോലിയുമുണ്ട് അവർക്ക്. അവർ സമ്പാദിക്കട്ടെ, അവർ ജീവിക്കട്ടെ. അവർക്ക് വേണ്ടി ഞാൻ സമ്പാദിച്ചത് കൊടുക്കേണ്ട ആവശ്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെല്ലാവരും കേൾക്കേണ്ടതാണ്. ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. ഞാൻ ആ പേപ്പർ വെട്ടി ഞാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വെച്ചിരിക്കുക, ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടിയിട്ട്. അതാണ് ബിൽ ഗേറ്റ്സ് പറഞ്ഞത്. ഇനി ഞാൻ ഒരു കഥയും കൂടി നിങ്ങളോട് പറയട്ടെ. അത് അമർത്യ സെന്നിന്റെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്ന ഗ്രന്ഥത്തിലാണ്. ആ ഗ്രന്ഥം ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ, ഒരു ഇന്ത്യക്കാരൻ അമർത്യ സെന്നെ നിങ്ങൾക്കറിയാം. അദ്ദേഹം ഇന്ത്യയിലേക്ക് ആദ്യം സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ പ്രൈസ് കൊണ്ടുവന്ന എക്കണോമിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ അതിനുശേഷം എഴുതിയ ബുക്കാണ്. അത് 2017 എഴുതിയ ബുക്കാണ്. ആ ബുക്കിൽ അദ്ദേഹം പറയുന്ന ഒരു കഥയുണ്ട്. ഒരു മെസ്സപ്പൊട്ടോമിയൻ ചക്രവർത്തിയായിരുന്ന അലക്സാണ്ടർ ദ ഗ്രേറ്റ്. നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ആ ചക്രവർത്തിയുടെ പേര്, ബൈബിളിലൊക്കെ ഉള്ളതാണ്. ആ ചക്രവർത്തി വലിയ കോൺകറർ ആയിരുന്നു. ആ കോൺകർ ചെയ്ത് അതായത് രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അവിടുത്തെ സമ്പത്തൊക്കെ ലൂട്ട് ചെയ്ത് അദ്ദേഹം വിവിധ രാജ്യങ്ങളിലൂടെ നടന്ന് അവസാനം ഇന്ത്യയിലെത്തുമ്പോൾ അദ്ദേഹം എത്തിപ്പെട്ടത് ആരുടെ മുൻപിലാണ്? ജൈൻ സന്യാസിമാരുടെ മുൻപിലാണ് എത്തിപ്പെട്ടത്. അപ്പൊ ഏത് രാജ്യത്ത് ചെന്നാലും എല്ലാവരും അദ്ദേഹത്തെ കണ്ട് അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഇപ്പൊ എല്ലാം പിടിച്ചു കെട്ടും എന്നൊക്കെ വിചാരിച്ച എല്ലാ രാജാക്കന്മാരും അവരുടെ എല്ലാ സന്നാഹങ്ങളുമായിട്ട് ഇദ്ദേഹത്തെ ഒന്നുകിൽ വരവേൽക്കും അല്ലെങ്കിൽ എതിർക്കും. ഇതൊക്കെ ചെയ്യുന്ന സ്ഥാനത്ത് ഈ ജൈൻ സന്യാസിമാര് നിർനിമേഷരായിട്ട് നോക്കി നിൽക്കുകയാണ് ഇദ്ദേഹത്തെ കണ്ടപ്പോൾ. നമ്മെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് ഭയമോ ഒന്നും തോന്നാത്തത്? നിങ്ങൾ ഇങ്ങനെ നിർനിമേഷരായിട്ട് നിൽക്കുന്നത് എന്ത്? അദ്ദേഹം ചോദിച്ചു. അപ്പോൾ അതിലെ ഒരു സന്യാസി തിരിച്ചു ചോദിച്ചു, ഞങ്ങളും നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസം? നിങ്ങൾ പുറപ്പെട്ട നിങ്ങളുടെ ജന്മനാട്ടിൽ നിന്ന് രക്തം ചൊരിഞ്ഞ് വലിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കി ക്രൂരതയുടെ എല്ലാ തരത്തിലുള്ള വിത്തുകളും പാകി മുൻപോട്ട് വരുന്നു. നിങ്ങൾ ഒരുപാട് സമ്പത്തെല്ലാം കൊള്ളയടിക്കുന്നു, ജനങ്ങളെ കൊന്നൊടുക്കുന്നു. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്.
ലോകത്തിൻ്റെ സമാധാനത്തിന് വേണ്ടി ദൈവത്തെ പ്രാർത്ഥിച്ച് ഇങ്ങനെ കഴിയുകയാണ്. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ മരിക്കും. ഞങ്ങൾക്കും വേണ്ടത് 6 അടി മണ്ണ് മാത്രം എന്ന് പറയുന്നു. അതോടെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് അദ്ദേഹത്തിൻ്റെ യുദ്ധം ഒക്കെ അവസാനിപ്പിച്ച് മെസപ്പൊട്ടേമിയയിലേക്ക് തിരിച്ചു പോകുന്നു. തിരിച്ചു ചെന്നിട്ട് അദ്ദേഹം എന്തു ചെയ്തു? ഒരു വിൽപത്രം തയ്യാറാക്കുന്നു. ആ വിൽപത്രത്തിൽ എഴുതി വെച്ചു, ഞാൻ വെട്ടിപ്പിടിച്ചതൊന്നും കൊണ്ടുപോകുന്നില്ല എന്ന് കാണിക്കാൻ വേണ്ടി ശവമഞ്ചത്തിന് വെളിയിലേക്ക് എൻ്റെ 2 കരങ്ങളും ഇട്ടിരിക്കണം എന്നാണ് വിൽപത്രത്തിൽ എഴുതിയത്. അപ്പൊ ഈ 2 കഥകളും ഞാൻ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിനുള്ള സന്ദേശമായിട്ടാണ് നൽകുന്നത്. നാം ഇങ്ങനെ വെട്ടിപ്പിടിച്ചിട്ട്, അതായത് പ്രൈവറ്റ് പ്രാക്ടീസിന്റെ പേരിലാണ് നിങ്ങളെ പ്രതീക്ഷിച്ച് മെഡിക്കൽ കോളേജുകളിൽ എത്തിച്ചേരുന്ന രോഗികൾ വരുന്നത് നിങ്ങളെപ്പോലുള്ള സീനിയർ ആയിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ കാണാനും അവരുടെ സേവനം ലഭ്യമാക്കാനും വേണ്ടിയാണ്. പക്ഷേ സമ്പാദിക്കുക എന്നത് ആഗ്രഹമല്ല, അത്യാഗ്രഹമായി മാറുക മൂലം നിങ്ങൾ പ്രൈവറ്റ് പ്രാക്ടീസിനോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലോ അതുമല്ലെങ്കിൽ വീട്ടിൽ പ്രൈവറ്റ് പ്രാക്ടീസിനോ വേണ്ടി സമയം കണ്ടെത്തുന്നു. അപ്പോൾ നിങ്ങളെ തേടി വരുന്ന സർവ്വസാധാരണക്കാരായ രോഗികളാണ് ഈ ശിവപ്രിയയും വേണുവും പോലെയുള്ളവർ എന്ന് വിചാരിക്കുക. അവരുടെയൊക്കെ മരണത്തിന് നിങ്ങളും ഭാഗികമായിട്ടെങ്കിലും ഉത്തരവാദികളാണ്. അപ്പോൾ ഈ സിസ്റ്റം വെന്റിലേറ്ററിലാണെങ്കിൽ അതിനെ വെന്റിലേറ്ററിലേക്ക് കയറ്റി വിടുന്ന ഒരുപാട് ഡോക്ടർമാർ ഇതിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, ഡോക്ടേഴ്സ് അവർ ചെയ്യുന്ന സേവനത്തിനനുസരിച്ച് അവർക്ക് വലിയ പ്രതിഫലം നൽകണം. ആ പ്രതിഫലം കുറഞ്ഞു പോകുന്നത് കൊണ്ടുകൂടിയാണ് പുറത്തുനിന്ന് സ്വകാര്യ പ്രാക്ടീസൊക്കെ നടത്തി പണം ഉണ്ടാക്കാനുള്ള ത്വര അവരിൽ രൂഢമൂലമാകുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും ശ്രദ്ധയുണ്ടാകണം. ജനങ്ങൾക്ക് വേണ്ടി, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ് മെഡിക്കൽ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എങ്കിൽ ആ മെഡിക്കൽ സിസ്റ്റത്തെ സാധാരണക്കാർക്ക് വേണ്ടി ആക്കി മാറ്റുക അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അതിനോട് സഹകരിക്കുക എന്നത് അവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരുടെയും ഉത്തരവാദിത്തമാണ്.